കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി. ആശുപത്രിയിലെ 9ാം നിലയിലെ AC ചില്ലർ യൂണിറ്റിലാണ് ഇന്ന് തീപിടുത്തമുണ്ടായത്. ഇൻസ്റ്റലേഷൻ ജോലികളുടെ ഭാഗമായ വെൽഡിംഗ് വർക്കുകൾക്കിടെ തീപ്പൊരി വീണാണ് തീ പടർന്നത് എന്ന് പ്രാഥമിക നിഗമനം. ആശുപത്രിയിൽ ഫയർഫോഴ്സ് സംഘം വിശദമായ പരിശോധന ഇനിയും നടത്തും. രാവിലെ 9:20ഓടെയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ 9ാം നിലയിൽ നിന്നും തീയും പുകയും ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ആശുപത്രി പരിസരമാകെ കറുത്ത പുക നിറഞ്ഞു. ആശങ്കയുടെ നിമിഷങ്ങൾ. വലിയ രീതിയിൽ ഫയർഫോഴ്സ് സംവിധാനങ്ങളെല്ലാം തന്നെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. നമ്മളിവിടെ തീയെ കാണുന്നുള്ളൂ. പക്ഷെങ്കിൽ ആരും നമ്മളെ തടയാനോ പിടിക്കാൻ, നമ്മളെല്ലാവരും ഒന്നിച്ച് ഫസ്റ്റ് ഉള്ളതിനെ കൊണ്ട് തീ കെടുത്താനുള്ള ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ജോലിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ജോലിക്കാർക്കൊക്കെ പക്ഷേ ഒരു പേടി ഉണ്ടായിരുന്നു. കോഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കണുള്ളൂ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ മുൻനിർത്തി നമ്മൾ കാര്യങ്ങളൊക്കെ സഹകരിച്ച് അങ്ങനെ ഹോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് നമ്മൾ തീയൊക്കെ അണച്ച് വെള്ളം കാര്യങ്ങൾ വെച്ച് പുക വെള്ളം ഫുള്ളെടുത്ത് അമ്പലത്തിൽ ഫയർഫോഴ്സ് വന്നു. കൂടുതലായും പൂർണ്ണമായും തീ അണച്ചു. 9ാം നിലയിലെ AC പ്ലാന്റിൽ AC ചില്ലർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഭാഗമായ വെൽഡിംഗ് ജോലിക്കിടെ തീപ്പൊരി പടർന്നതാണ് തീ പിടിക്കാൻ കാരണം. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർ പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. പിന്നാലെ 8 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരുടെ ഇടപെടൽ നിർണായകമായെന്ന് റീജിയണൽ ഫയർ ഓഫീസർ T. രജീഷ് പറഞ്ഞു. ഹോസ്പിറ്റലിൽ തന്നെ ഫയർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അതെപ്പോഴും പെട്ടെന്ന് തെർമോക്കോൾ ആയതുകൊണ്ട് ആ തീപ്പൊരി വീണ് പെട്ടെന്ന് തീ പിടിച്ചത് മാത്രമേ ഉള്ളൂ. രോഗികൾക്കാർക്കും കുഴപ്പമൊന്നുമില്ല. ഇവിടെ സംവിധാനം ഉള്ളത് കൊണ്ടാണ് നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫയർ കൺട്രോൾ ചെയ്യാൻ പറ്റിയതും. സുരക്ഷയുടെ ഭാഗമായി 8ാം നിലയിൽ നിന്നുള്ള രോഗികളെ മാത്രമാണ് മാറ്റിയത്. ആശുപത്രിയുടെ ഉള്ളിലേക്ക് പുക കയറിയില്ല. നിലവിൽ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനരാരംഭിച്ചുവെന്നും കസ്റ്റമർ റിലേഷൻ AGM സലീൽ ശങ്കർ പറഞ്ഞു. എവിടെയും സ്പ്രെഡ് ചെയ്തിട്ടില്ല. ഇത് 9ാം നിലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. രോഗികളില്ലാത്ത ഭാഗമാണ് അവിടെ. 8ാം നിലയിലെ പേഷ്യൻസിനെ ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് താഴത്തേക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത്, പക്ഷേ അവിടെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഇത് സാപ്പൻ്റെ ഒരു ചെറിയൊരു ഏരിയയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എവരിത്തിങ് ഇസ് അണ്ടർ കൺട്രോൾ. നിമിഷങ്ങൾക്കുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതും തീ മറ്റിടങ്ങളിലേക്ക് പടരാതെ പ്രതിരോധിച്ചതും വലിയ അപകടം ഒഴിവാക്കി. ആശുപത്രിയിൽ ഫയർഫോഴ്സ് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടത്തും. ന്യൂസ് മലയാളം, കോഴിക്കോട്.